ഐക്യം ഉണ്ടാക്കി സംഘടന ഉണ്ടാക്കുന്നു 1914 രൂപീകരിച്ചു. അപ്പൊ ഇന്നിപ്പോ സംസ്ഥാനം കൊടുത്ത് നമ്മുടെ മോഹനൻ പറഞ്ഞു നായന്മാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ശരിയാണ്. മന്നത്തിന് അതും അറിയാം. 5 നായരുണ്ടെങ്കിൽ 10 ഗ്രൂപ്പുകളാണ്. ഈ സംഘടന ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ വലിയ പൊളിക്കണം അദ്ദേഹം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് കാന്തദർശിയായ അദ്ദേഹം, പക്ഷെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അധ്യാപക ജോലി ചെയ്ത് അതിനുശേഷം അഭിഭാഷകൻ, അതായത് LLB എടുത്തിട്ടില്ല, LLB വേണ്ട ഒരു വക്കീലാവാനായിട്ട് ലീഡർഷിപ്പ് പരീക്ഷ എന്ന് പറഞ്ഞ പരീക്ഷ അത് പാസ്സായിട്ട് കന്യാസിൽ ഫീൽഡായി പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹം അതുകൊണ്ട് തന്നെ NSSനെ ഒരു സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്യാതെ അൺലിസ്റ്റഡ് പ്രൈവറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. അതായത് പുറത്താതിരിക്കാൻ വേണ്ടി നിയമപരമായ ചട്ടങ്ങൾ തുടങ്ങി. അതൊരു സത്യം. അങ്ങനെ ആ സമയത്ത് ഈ സംഘടന നായന്മാരെ സംഘടിപ്പിക്കുന്ന സമയത്ത് നായർ സമാജത്തിന്റെ സംഘടന സങ്കല്പങ്ങളിൽ ചില ഇതര സമുദായങ്ങൾ തുരങ്കം വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചങ്ങനാശ്ശേരിയിൽ മന്നത്തപ്പന്റെ തലയിലൂടെ കള്ള് കലത്തിൽ കൊണ്ടുവന്ന് കുളത്തിൽ കൊണ്ടുവന്ന് കള്ളൊഴിച്ചിട്ടുണ്ട്. പ്രകടനം നടന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു ഈ അദ്ദേഹത്തിന്റെ ഭാഷയും വളരെ പ്ലെയിനാണ്, കോമൺ ലാംഗ്വേജിൽ പഴയ തറവാട് നായന്മാരെ സംസാരിക്കുന്നത്. ഈ ചെയ്യിച്ചവന്മാർ എന്നെ എടുത്തോണ്ട് നടക്കുമ്പോഴാണ് അതുണ്ടായി. 1957 വിമോചന സമരം നടന്ന സമയത്ത് ഏത് സമുദായക്കാരാണോ അദ്ദേഹത്തിന്റെ തലയിൽ മദ്യം കൊണ്ട് ഒഴിച്ചത് അവരുടെ ആചാര്യന്മാർ ഹംസരഥത്തിലിരുത്തി മന്നത്തെ വലിച്ചുകൊണ്ട് നഗരപ്രദർശനം നടത്തി. അന്ന് അദ്ദേഹത്തിന്റെ മക്കള് കേരളത്തിലെ നായർ എഴുന്നേറ്റ് തുപ്പിയാൽ ഒഴിച്ചു പോകുന്നത് ഉപയോഗിലൊക്കെ അത്ര ഒരു ശക്തി ആർജവം അദ്ദേഹത്തെ. അതാണ് മന്നത്തിന്റെ ഒരു കഴിവ്. ഇനി പറയുന്നത് ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്. ക്ഷേത്രങ്ങൾ 1937 നമുക്കറിയാം ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശനം പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം കാരണം കൊണ്ട് മഹാത്മാഗാന്ധി കേരളത്തിൽ വരുന്നു. രാജാവിന്റെ ശ്രീധരനാൾ മഹാരാജാവ് വളരെ ചെറുപ്പമാണെങ്കിൽ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അറിയാമായിരുന്നു. സംസാരിച്ചിട്ട് പറഞ്ഞു കേരളത്തിലെ ഹരിതങ്ങൾ ബഹുഭൂരിപക്ഷവും കണ്ണൂർ ക്രിസ്ത്യാനികളായി കഴിഞ്ഞു. തെക്കൻ തിരുവിതാംകൂർ നെയ്യാറ്റിൻകരയ്ക്കപ്പുറം ബാലരാമപുരം നെയ്യാറ്റിൻകരയ്ക്കപ്പുറം മലയിക്കവള പ്രദേശങ്ങളിലെ ഈഴവർ ക്രിസ്ത്യാനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈഴവർ ക്രിസ്ത്യാനികൾ സമുദായം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ നിങ്ങൾ ഒറ്റപ്പെടും. തിരുവിതാംകൂർ രാജവംശം തന്നെ ചേര രാജാക്കന്മാരുടെ പരമ്പരയുടെ നായന്മാരുടെ ഒരു പിന്മുറക്കാരാണ് തിരുവിതാംകൂർ രാജവംശം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ നായന്മാർ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി സമുദായങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കണം. രാജാവ് അനുവദിക്കുന്നു. ആ സന്ദർശന വേളയിൽ മഹാത്മാഗാന്ധി ചങ്ങനാശ്ശേരി എത്തുന്നു. NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നു. അദ്ദേഹത്തിനെ സമുദായത്തിൽ സ്വീകരിക്കുന്നു 1937. അതിനുശേഷം പെരുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പറയാൻ വരുന്നത് ക്ഷേത്രപ്രവേശനം രാജാവ് പ്രഖ്യാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പെരുന്ന പെരുന്ന ഭഗവതി ക്ഷേത്രം എല്ലാ ഹിന്ദു മതത്തിലെ എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുത്തത് മന്നത്തിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. ഇനിയും ഇതിനു മുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് മന്നം അതിന്റെ ഒരു വളരെ ആക്റ്റീവായ ഒരു റോൾ വഹിച്ച, അതായത് ഒരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് വളരെയധികം അതിൽ ഭാഗമാക്കുകയും നേതൃത്വം കൊടുക്കുകയും, കാരണം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമാണ് കേരളത്തിൽ ആക്ച്വലി ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് വേദി ഒരുക്കിയത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ മന്നത്തെ ആചാര്യൻ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന്
ഈ നായർ സമുദായ അംഗങ്ങൾക്ക് തായ് ഉറപ്പിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ITIകൾ, പോളിടെക്നിക്കുകൾ ഇവിടെ തുറന്നു വന്ന നേതൃത്വകാലം കൊണ്ടുനടക്കാൻ പറ്റുമോ, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു തർക്ക വിഷയമാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു അടിത്തറയാൻ സാധിച്ചത് മന്നത്തിന്റെ ഒരൊറ്റ വ്യക്തിയുടെ കഴിവുകളാണ്. അതാണ് അദ്ദേഹത്തിന്റെ നേട്ടം. കാരണം പഠിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഇനി അങ്ങോട്ട് രക്ഷയുള്ളൂ. ഫ്യൂഡലിസത്തിന്റെ കാലം കഴിഞ്ഞു, വസ്തുവാദങ്ങളുടെ കാലം കഴിഞ്ഞു, ജന്മിത്വത്തിന്റെ കാലം കഴിഞ്ഞു. ഇനിയുള്ളത് അറിവിന്റെയും പഠിപ്പിന്റെയും ദിനങ്ങളാണെന്ന് സ്വന്തം സമുദായത്തിനെ ബോധ്യപ്പെടുത്താൻ അത് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. അത് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പോ എനിക്കറിയാം സമയം പരിമിതി അറിയാം, അതുകൊണ്ട് ഞാൻ ലഭിപ്പിക്കുന്നില്ല. സമുദായ ആചാര്യനായ മന്നത്തപ്പന്റെ സ്മരണയ്ക്ക് മുമ്പിലും പ്രധാനപ്പെട്ട സ്വാമികളിലെ തിരുവടികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിലും ആയിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ഈ അവസരം തന്ന ഇവിടെ ക്ഷണിച്ച എന്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും എന്റെ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു. നമസ്കാരം.